ചാരുവിൻ്റെ പനിയെല്ലാം മാറി ഒന്ന് ഉഷാറായി വന്നപ്പോഴേക്കും എന്തേ ചുമ. ഒരാഴ്ചയായിട്ട് ചുമയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സാറ്റർഡേ അല്ലേ, ഒന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ദേ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളം ചൂടായിട്ടുള്ള ഐറ്റംസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേ കഞ്ഞി ഉണ്ടാക്കി, ചെറുപയർ തേങ്ങ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കി. പിന്നെ ദേ മുട്ട ഓംലേറ്റ് ഇല്ലാണ്ട് പുള്ളിക്കാരത്തി കഴിക്കില്ല. അപ്പോൾ അതും ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ ദേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓവർനൈറ്റ് ഓട്സൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ദിവസം ഈ പുട്ടും ഇഡ്ഡലിയും അങ്ങനത്തെ ഐറ്റംസിൽ നിന്നൊക്കെ, പുട്ടിൻ്റെ കൂടെ എന്തായാലും പയറ് കടല അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ, ഗ്യാസ് ഫോം ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ എന്നും കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി എടുത്ത് വയ്ക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി നമുക്ക് ഡിന്നർ ഇതാക്കാമെന്ന് വിചാരിച്ചു. കാര്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് സാധാരണ ഈ ഓട്സൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണെന്നറിയോ ഇങ്ങനെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തത് റോൾഡ് ഓട്സും പിന്നെ കുറച്ച് സീഡ്സും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, പിന്നെ ചിയാ സീഡ് ഒരു സ്പൂൺ, ഒരു സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഗ്രീക്ക് യോഗേർട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീക്ക് യോഗേർട്ട് നല്ലതാണ് കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ ആണ് ഞാൻ ചേർത്തത്. അതും ചിയാ സീഡും കൂടെ വയറിന് നല്ലതാണ്. അപ്പോൾ യോഗട്ടും ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സ് എന്തെങ്കിലും, ഇപ്പോൾ ആപ്പിളോ ഓറഞ്ചൊന്നും പറ്റില്ല, ആപ്പിള് പിന്നെ ബ്ലൂബെറി, സ്ട്രോബെറി, പേരയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ റോബസ്റ്റ് പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴമോ നേന്ത്രപ്പഴമോ എന്തെങ്കിലും പഴം യൂസ് ചെയ്യാം. ഞാനപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടായ പഴമാണ് കേട്ടോ. ഇവിടെ ഇതിനെ പറയുന്നത് പ്രമേഹപ്പൂവൻ എന്നൊക്കെയാണ്. നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും റോബസ്റ്റ് പഴത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. ചെറിയ പഴമാണ്, ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ ചിറ്റ പറയുന്നുണ്ടായിരുന്നു, ഇത് വെട്ടാൻ ഭയങ്കര പാടാണ്, വളഞ്ഞു പുളഞ്ഞിരിക്കണ കാരണം മുടി വടഞ്ഞിട്ടിരിക്കണ പോലത്തെ, അങ്ങനെയാണ് ഈ പഴം, അതിൻ്റെ കൊല അങ്ങനെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സോയാ മിൽക്കാണ് ആഡ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ടോണ്ട് മറ്റേ കൗ നമ്മൾ തിളപ്പിക്കാണ്ട് യൂസ് ചെയ്യണത് കൊണ്ടേ നമ്മൾ ഇങ്ങനത്തെ മിൽക്ക്